ഹലോ ഡിയേഴ്സ്, നമുക്ക് ഈ തമ്പനയിൽ കാണുന്ന പോലെ ഫ്രണ്ടിലുള്ള മുടിയെല്ലാം ക്രൗൺ പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏത് പ്രായക്കാർക്കും നമുക്ക് സെറ്റാക്കാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. 21 ഇഞ്ച് ഞാൻ തലയുടെ റൗണ്ട് അളന്നെടുത്തിരിക്കുന്നതാണ്. അതിൽ നിന്ന് 5 ഇഞ്ച് കുറച്ച്, 5 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ആ 5 ഇഞ്ച് കുറച്ചിട്ട് 16 ഇഞ്ചാണ് ഞാനിവിടെ മെറ്റീരിയലിൻ്റെ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് കണക്കാക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളതാണ്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 3 ഇഞ്ച് വീതി കിട്ടും. അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ആ ഒരു കണക്കനുസരിച്ച് ഒന്ന് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ഒന്ന് നമ്മൾ സ്കെയിൽ വെച്ച് ആ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. വരച്ചു കൊടുത്തതിന് ശേഷം നമ്മളതിനെ കട്ട് ചെയ്ത് എടുക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള ഒരു പീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് തലയുടെ മേലേക്ക് വരുന്ന പോർഷൻ ഇതാണ് കേട്ടോ. അപ്പോൾ ഈ പീസിനെ നമ്മൾ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന രീതിയിൽ ഒന്ന് നീളത്തിൽ നമ്മൾ മടക്കിയിട്ട് അവിടെ 1/2 ഇഞ്ച് സീം അലവൻസിലാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത്. കാണുന്നുണ്ടല്ലോ, 1/2 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു പീസിനെ മറച്ചെടുക്കുകയാണ് കേട്ടോ. നല്ലപ്പുറം നമുക്ക് കിട്ടാവുന്ന രീതിയിൽ ഒന്ന് മറിച്ചെടുക്കുകയാണ്. മറിച്ചെടുത്തിട്ട് നമ്മളതിനെ അയൺ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും, നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ഈ പീസിനെ ഇടുന്നത്, താഴേക്ക് വരുന്ന രീതിയിൽ. ശേഷം നമ്മളൊരു 5 ഇഞ്ച് ലെങ്ത്തുള്ള 1/2 ഇഞ്ചിൻ്റെ ഒരു എലാസ്റ്റിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 1/2 ഇഞ്ചാണ് എലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഓക്കെ, 5 ഇഞ്ച് ലെങ്ത്തും. ഓക്കെ, ഇനി ആ 5 ഇഞ്ചിൻ്റെ ഇരട്ടി ലെങ്ത്ത് വരുന്ന, അതായത് ഒരു 10 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു മെറ്റീരിയലാണ് നമ്മളവിടെ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. അത് അതിൻ്റെ വിഡ്ത്ത് നമ്മൾ അത്രയ്ക്കാണ് കണക്കാക്കിയിട്ടില്ല. നമുക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ കാണുന്ന രീതിയിൽ ഒരു സ്റ്റിച്ച് കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ആ എലാസ്റ്റിക് കടന്നു പോകണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെയും ഒന്ന് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം അതൊന്ന് മറിച്ചെടുക്കാൻ കേട്ടോ. ആ പീസിനെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വെട്ടി വെച്ചിരിക്കുന്ന എലാസ്റ്റിക് ഉണ്ടല്ലോ, അതിനെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കണം. ഞാനൊരു സൂചിയിൽ കോർത്തിട്ടാണ് അതിനങ്ങോട്ടേക്ക് കടത്തി കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ദാ ഇങ്ങനെ കടത്തി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചുരുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക്. ഇനി അതിൻ്റെ 2 തുമ്പും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ, എലാസ്റ്റിക് ഉള്ളിലേക്ക് പോകാതിരിക്കാനായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പെർഫെക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തയ്ച്ചു വെച്ച ആ പീസ് ഉണ്ടല്ലോ, അതിനെ ഈ കാണുന്ന രീതിയിലൊന്ന് ഇടാം. അതിൻ്റെ സ്റ്റിച്ച് താഴേക്ക് പോകുന്ന രീതിയിൽ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മേലെ പോർഷൻ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഈ എലാസ്റ്റിക്കിനെ ഈ കാണുന്ന രീതിയിൽ ഒന്ന് അതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്തിട്ട് 2 സൈഡിൽ നിന്നും നമ്മൾ എലാസ്റ്റിക്കിനെ കവർ ചെയ്യാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. എലാസ്റ്റിക്കിനെ നടുക്ക് വെച്ച് കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ആ താഴെ ഇരിക്കുന്ന പീസിനെ നമ്മൾ 2 സൈഡിൽ നിന്നും ഒന്ന് മറച്ചു കൊടുത്ത് അടിക്കുകയാണ്. അവിടെ അങ്ങനെ ആ കാണുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ട് നമ്മൾ എലാസ്റ്റിക്കിനെ അവിടെ വെച്ച് കൊടുക്കുന്നു. മറവും തിരിവൊന്നും വരാതെ ക്ലീനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണേ. ശേഷം 2 സൈഡിൽ നിന്നും ഒന്ന് പൊതിഞ്ഞു കൊടുക്കുന്ന പോലെ ആ എലാസ്റ്റിക്കിനെ ഒന്ന് നമ്മൾ മറച്ചെടുക്കുകയാണ്. ഈ കാണുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഈ സംഭവം എങ്ങനെയാണ് ക്ലോസ് ചെയ്തേക്കുന്നതെന്ന്. അവിടെ നമ്മൾ നല്ലപോലെ 1-2 സ്റ്റിച്ചിട്ട് എടുക്കുക. ഇത്രയ്ക്കേ ഉള്ളൂ ഇതിൻ്റെ പണി വരുന്നത്. അപ്പോൾ ഇത്രയും പണിയോടുകൂടി അത് തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഭംഗിയായിട്ടൊന്ന് മറിച്ചെടുക്കുകയാണ്, പെർഫെക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. ഇനി ആദ്യമേ അയൺ ചെയ്തെടുത്തിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള കളറിലൊക്കെ നമുക്ക് ചെയ്യാം. ഇത് ഒരൊറ്റ മെത്തേഡ് മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനിയും ഇതുപോലെ ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് വ്യത്യസ്തമായ രീതികളുണ്ട്. അപ്പോൾ നമുക്ക് സമയം പോലെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രായഭേദമന്യേ നമുക്ക് ആർക്കും വയ്ക്കാവുന്ന ഒരു ഹെയർ ബാൻഡാണിത്. അതായത് ബ്ലാക്ക് ആണല്ലോ, അപ്പോൾ ഏത് പ്രായക്കാർക്കാണെങ്കിലും സെറ്റാവും അല്ലേ. ഫ്രണ്ടിൽ ഇങ്ങനെ മുടിയൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ആൻറ്റിന പോലെ നിൽക്കുന്ന മുടിയുള്ളവർക്ക് പ്രത്യേകം ഉപകാരമായിരിക്കും. ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഇട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ആൻറ്റിന പോലെ നിൽക്കുന്ന ആ മുടിയെല്ലാം വന്നിട്ട് ഈ ഹെയർ ബാൻഡ് വെച്ച് കഴിയുമ്പോൾ കണ്ടോ നല്ല ക്ലീനായിട്ട്
കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല ഭംഗിയുണ്ട് അല്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കിഡ്സിനൊക്കെ ആകുമ്പോഴത്തേനും ഡ്രസ്സിൻ്റെ കൂടെ കോംബോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.